മിശിഹായിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിൻ്റെ 100 വർഷങ്ങൾ കഴിയുമ്പോൾ ആ വിശുദ്ധിയുടെ പരിമളത്തെക്കുറിച്ച് പരിചിന്തനം ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഉചിതമാണ്. കാരണം ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയെന്ന് പ്രഖ്യാപിക്കുവാൻ ഇടയായത് തീർച്ചയായിട്ടും വിശുദ്ധ തിരുസഭയുടെ പഠനങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങളെ നന്നായി ധ്യാനിച്ച് ഈ ഭൂമുഖത്തിന് നൽകുവാൻ അവൾ വഴി സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് നിൽക്കുക. 1997 ഒക്ടോബർ 19 വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെ വേദപാരംഗതയായിട്ട് ഇപ്പോഴും വിശുദ്ധനായിരിക്കുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അന്ന് പ്രഖ്യാപിക്കുമ്പോൾ വിശുദ്ധയെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: സ്നേഹത്തിൻ്റെ വാനമ്പാടി, മുള്ളുകൾക്കിടയിലെ റോസാപുഷ്പം എന്നാണ്. ഇതിലെ ആദ്യ വാചകത്തെക്കുറിച്ച് ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുക. പ്രത്യേകിച്ച് വിശുദ്ധയെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുക സ്നേഹത്തിൻ്റെ വാനമ്പാടി എന്നാണ്. കാരണം വിശുദ്ധ ക്രിസ്തു സ്നേഹത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ കൽപ്പനയെക്കുറിച്ച്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നുള്ള അന്ത്യത്താഴ വേളയിലെ ആ കൽപ്പന ഏറ്റവും നന്നായി ഈ ഭൂമുഖത്തിന് വ്യാഖ്യാനിച്ചു നൽകി എന്നുള്ളതാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുക കൊച്ചുത്രേസ്യയെക്കുറിച്ച് സ്നേഹത്തിൻ്റെ വാനമ്പാടി എന്നാണ്. കാരണം പരസ്പരം സ്നേഹിക്കണം എന്നുള്ള കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് മാതൃകയും മാനദണ്ഡവുമായിട്ടാണ് യേശു പറയുക. വിശുദ്ധ അതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ്: യേശു എങ്ങനെയാണ്, എന്തിനാണ് തൻ്റെ ശിഷ്യരെ സ്നേഹിച്ചത്? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യർ പാപികളും ബലഹീനരും ഭൗമിക നന്മകളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചവരുമായിരുന്നു. എന്നാൽ യേശുവാകട്ടെ നിത്യജ്ഞാനവും അറിവുമായിരുന്നു. ശിഷ്യരും യേശുവും തമ്മിൽ അനന്തമായ അകലങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും യേശു അവരെ സ്നേഹിതരും സഹോദരരുമായിട്ട് ഗണിച്ചു എന്നാണ് വിശുദ്ധ തൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുക. ആ ശിഷ്യർ ദൈവിക ഭവനത്തിലെത്തുമ്പോൾ അവരും തന്നോടൊത്ത് ദൈവപിതാവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ കൂടി അവിടെ നിന്ന് ആഗ്രഹിച്ചു എന്നാണ് വിശുദ്ധ എഴുതിയിരിക്കുക. പരിപൂർണ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡവും മാതൃകയുമായി യേശു തന്നെ നൽകുന്നത് അതുവഴിയാണ്. ഈ വചനങ്ങളെക്കുറിച്ച് ധ്യാനിച്ച വിശുദ്ധ വീണ്ടും പ്രഖ്യാപിക്കുന്നുണ്ട്: സ്വന്തം കരകൗശലത്തിന് യഥാർത്ഥത്തിൽ പ്രശംസ ലഭിക്കുന്നത് ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ എന്നാണ് വിശുദ്ധ ചോദിക്കുക. പരസ്പരം സ്നേഹിക്കണമെന്നുള്ള ചിന്ത പങ്കുവയ്ക്കുമ്പോൾ വിശുദ്ധ പറയുക, സഹോദരർ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരവിരുതാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കലാകാരനായിട്ടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കലയാണ്, അല്ലെങ്കിൽ സൃഷ്ടിയാണ് ഓരോ മനുഷ്യരും. അതുകൊണ്ട് തന്നെ വിശുദ്ധ പറയുക, അവരിലെ കുറവുകൾ അവഗണിക്കുമ്പോഴും അവരിലെ നന്മകളെ ശ്ലാഘിക്കുമ്പോഴും അവരുടെ കുറവുകളിൽ ദൈവകൃപ തേടുമ്പോഴും ഒക്കെ നമ്മൾ യഥാർത്ഥ കലാകാരനെ തന്നെയല്ലേ മാനിക്കുന്നതെന്നാണ് കൊച്ചുത്രേസ്യ പുണ്യവതി ചോദിക്കുക. നമുക്കറിയാം, പല കലാകാരന്മാരും അവരുടെ സൃഷ്ടികൾ വഴിയാണല്ലോ അറിയപ്പെടുക. മൈക്കലാഞ്ചലോ സിസ്റ്റൈൻ ചാപ്പലിൽ കിടന്നു വരച്ച ചിത്രങ്ങളും പിയാത്ത പോലെയുള്ള വെങ്കൽ ശില്പങ്ങളും ദാവീദിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളുടെ വെണ്മ നിറഞ്ഞ ചിത്രങ്ങളും അതുപോലെ തന്നെ ശില്പങ്ങളും ഒക്കെ നിർമ്മിച്ചത് വഴിയാണല്ലോ
ഏറ്റവും വലിയ കലാകാരനായി മാറിയത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരവിരുതായ മനുഷ്യരുടെ മാനിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തന്നെയാണ് മാനിക്കുന്നത്. പരസ്നേഹത്തിൻ്റെ മാനദണ്ഡം അതുതന്നെയാണ്. എല്ലാവരും സ്വർഗപിതാവിൻ്റെ സന്നിധിയിൽ തന്നോടൊത്ത് വാഴുവാൻ അവിടുന്ന് ആഗ്രഹിച്ചു എന്നാണ് പറയുക. വിശുദ്ധ ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുക: സ്നേഹം കേവലം വൈകാരികമായിരുന്നാൽ പോരാ, അത് തികച്ചും പ്രായോഗികമായിരിക്കണമെന്നു കൂടിയാണ് വിശുദ്ധ ഈ വചനങ്ങളിൽ ധ്യാനിക്കുമ്പോൾ പറയുക. അതിനുശേഷം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും പരിപൂർണ സ്നേഹം അഭ്യസിക്കുക എന്നുള്ളതാണ് പരസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാവർത്തിക മാനം എന്നാണ് പറയുക. പരിപൂർണ സ്നേഹത്തിന് 3 കാര്യങ്ങളുണ്ട് എന്ന് വിശുദ്ധ പറയുന്നുണ്ട്. ഒന്ന്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ സഹിക്കുന്നതിലും അതുകണ്ട് വിസ്മയിക്കാതിരിക്കുന്നതിലുമാണ് എന്നാണ് ആദ്യമായിട്ട് പറയുക. വ്യക്തികളുടെ കുറവുകൾ സഹിക്കുക, അതുകണ്ട് വിസ്മയിക്കാതിരിക്കുക, അത് സ്രഷ്ടാവിനോട് ചെന്ന ഏറ്റവും വലിയ നീതിബോധമാണ്. രണ്ടാമത് വിശുദ്ധ പറയുക, ഓരോ വ്യക്തികളുടെയും ഏറ്റവും നിസ്സാരമായിട്ടുള്ള നന്മകൾ പോലും കാണുമ്പോൾ അതിൽ സന്തോഷിക്കണം, ഉത്കർഷം പ്രാപിക്കണമെന്നാണ് എഴുതിയിരിക്കുക. അത് നമുക്ക് കൂടി നൽകപ്പെട്ടതായിട്ട് അനുഭവിക്കണമെന്നാണ് പറയുക. മൂന്നാമത് തൻ്റെ തൊട്ടുമൂത്ത ചേച്ചിയായ സെലിനോട് പറയുക, പരിപൂർണ സ്നേഹത്തിൻ്റെ 3-ാമത്തെ കാര്യം വ്യക്തികളുടെയും സ്വന്തവും കുറവുകൾ കാണുമ്പോൾ തന്നിലും അവരിലും വന്നു ചേരേണ്ട നന്മകളെക്കുറിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സർവ്വദാനങ്ങളുടെയും ഉറവിടമായ ദൈവത്തോട് നമ്മളാലാകുന്ന വിധം അതിന് ആയിട്ട് യത്നിക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്നേഹം പ്രായോഗികമായി തീരും. അത് വൈകാരികം എന്നതിനേക്കാൾ ഉപരി. നമുക്കിന്നേ ദിവസം ഈ വിശുദ്ധയുടെ പരിമളം, വിശുദ്ധയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തു സ്നേഹത്തിൻ്റെ പരിമളം നമ്മിലൂടെ പ്രായോഗികമാകുവാൻ ദൈവകൃപ തേടിക്കൊണ്ട് തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.